നല്ല കിട്ടി. എന്ത് ടൈമിൽ സാപ്പിട്രീങ്ക? 10:40. സ്കാനിന് 10-ാം തീയതി പോണ്ടേ. ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ ഡിസൈഡ് ചെയ്തു. സംശയമില്ല ചോദിക്കുന്നത്. കറക്റ്റ് ഡിസിഷൻ തന്നെ പറഞ്ഞു. കുറേ ദിവസമായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് കരുതിയിരുന്ന കാര്യമാണ്. അതിപ്പോൾ അമ്മുവിനെ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ കാരണവും കമൻറ്റ് തന്നെയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് അമ്മുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആള് വന്നിട്ടുണ്ട്. ഇന്നലെ വരേണ്ട ആളായിരുന്നു, ഇന്നെങ്കിലും ആള് വന്നിട്ടുണ്ട്. ഈ രാവിലെ തന്നെ എണീറ്റ് പോകാൻ വയ്യാത്തതുകൊണ്ട് ആളെ വരുത്തിച്ചു. ആ നായ നല്ല നായ കേട്ടോ. തെരുനായ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ നന്ദി കാണിക്കുന്നുണ്ട്. എന്തോ കുറച്ചറിയോ ഇവ വന്നപ്പോഴാണ് വാ കുട്ടീനെ ചുന്തിരിക്കുട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടുവായിട്ടോണ്ടിരിക്കുകയാണ്. ഉറക്കം മാറാഞ്ഞിട്ട് കഴിയോ വന്ന് പാകച്ചാർത്ത് കഴിഞ്ഞു ഇറങ്ങുകയാണ്. നിങ്ങളുടെ എത്തുമോ താഴത്തോട്ട് സ്ലോ മോഷനിൽ നടന്നിട്ട്? പര കുഞ്ഞാവേ, അനക്കത് കുമ്പ നിറച്ച് കിട്ടും ഇതിൻ്റെ ഒന്ന്. കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് കയറി. പലചരക്ക് സാധനങ്ങളും അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കിട്ടി. എന്ത് ടൈമിൽ സാപ്പിട്രീങ്ക? 10:40. ഒരു ബ്രൈറ്റ്നെസ് ഫേസിൽ തെരിയുത്. സ്കാനിന് 10-ാം തീയതി പോണ്ടേ. ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആണല്ലേ, കൺഗ്രാജുലേഷൻസ് എന്ന്. അപ്പോൾ ഡിസിഷൻ ഡിസൈഡ് ചെയ്തു. സംശയമില്ല ചോദിക്കുന്നത്. കറക്റ്റ് ഡിസിഷൻ തന്നെ പറഞ്ഞു. അതെ, ഞാൻ സെക്കൻഡ് കൺസീവ് ആണ്. 5-ാം മാസം സ്കാന് ഈ 10-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ വയറൊക്കെ കണ്ടിട്ട് ഒരുപാട് കമൻസ് കണ്ടു. ശരിയപ്പോൾ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. ഭയങ്കര വിശപ്പ്, ഭയങ്കര ക്ഷീണം, എക്സ്ട്രീമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ചോറ് ഉണ്ണാണ്. ഇപ്പം 10:30 മണി ആയിട്ടേ ഉള്ളൂ. രാവിലെ 7:30-8 മണി കഴിച്ചതാണ്. കുറേ ദിവസമായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് കരുതിയിരുന്ന കാര്യമാണ്. അതിപ്പോൾ അമ്മുവിനെ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ കാരണവും കമൻറ്റ് തന്നെയാണ്. അപ്പോൾ അമ്മു 5-ാമത്തെ മാസത്തിലാണ്. നവംബറോട് കൂടി പുതിയൊരാൾ ഫാമിലിയിലേക്ക് വരും. ആ ഉപ്പേരിക്ക് കുറച്ച് നോക്കി വെച്ചോണ്ട് വേണേ ഉണ്ടാക്കിക്കോ. ഉച്ചയ്ക്ക് തിന്നണമെങ്കിൽ എന്താ വേറെ ഒന്നും ഇല്ലല്ലോ. എനിക്ക് അറിയില്ല. പച്ചയും ചോപ്പൊക്കെ കാണാം. ക്യാരറ്റ് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പം ഈ ഉപ്പേരി ഉണ്ടാക്കണോ? 1:30 ലഞ്ച് ടൈം. 2 ടൈപ്പ് അച്ചാറുണ്ട്. ഒരു നാരങ്ങ അച്ചാറ്, ഒരു നെല്ലിക്ക അച്ചാറ്, പിന്നെ നമ്മുടെ തൈരുണ്ട്, നമ്മുടെ ചിക്കൻ കറി ഉണ്ട്. നിങ്ങളത് നോക്കിയോ? മഴയില്ല, പക്ഷെ ഭയങ്കര കാറ്റ്. ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ കണ്ടല്ലോ, ബൈക്ക് മറയും എന്ന് തോന്നുന്ന ആ ലെവലിലുള്ള കാറ്റടിക്കുന്നത് കണ്ടില്ലേ? എമ്മാതിരി കാറ്ററിയോ? വെച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ടാവില്ല കറണ്ട് ബില്ല്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല. അവർ ചുമ്മാ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതേ. ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ബില്ല് കേട്ട് ഒന്ന് ഞെട്ടാം. 8,637 റുപ്യ. ഈ വേനലിൽ ഇങ്ങനെയല്ലേ വരാം. കുറക്കണേ. ഇങ്ങനെയുണ്ടല്ലോ ഒരു ഉണ്ടാക്കല്. 8-10 തയ്ക്കാറുണ്ട്. പാലെന്ത് വേണമെങ്കിലും കുടിക്കണമെന്ന്. ആ പാലൊക്കെ അന്ന് കുറെ മുമ്പേ കാണുമെന്ന് കുടിച്ചിട്ടില്ലേ? ആ പാല കുടിച്ചത് അതാ ഞങ്ങള് കൊണ്ടുവന്നത് അല്ലേ? അന്ന് വയലിൽ ഞാൻ കുടിക്കഴിഞ്ഞിട്ട് ദശിനാണ്ട് വയലിൽ കിടന്നിട്ട് പോയിച്ചാൽ എൻ്റെ മടിയില് പാട്ടൊക്കെ പാടിയില്ലേ? കൊള്ളുന്നതായിട്ട് നോക്കിയും ദശ കഴിക്കാൻ പാടില്ല. അവിടുത്തെ പോരുമ്പോ തന്നെ എന്നോട് ചോദിച്ചു, മിഠായി വീട്ടിൽ പോയിട്ട് മുത്തശ്ശീൻ്റെ അടുത്ത് പറയണോ കിട്ടിയെന്ന്? പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി വേണമെന്ന് പറയില്ലേ, അപ്പൊ പറയണോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു മുത്തശ്ശി വേണമെന്ന് പറയില്ല, വാവ തരൂല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും കേട്ടോ എന്ന് പറഞ്ഞു. അതാ പിന്നെ എന്താ കെട്ടി വെച്ചപ്പോ മുണ്ടാത്ത്. അതെ, കടത്തരണ്ടല്ലേ സ്കൂളിൽ പോയിട്ടോ? ആ സ്കൂളിൽ പോയിട്ട് മുട്ടായിക്കോ തരും. നാന്റെ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഏത് കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ? ശിവാനി. ശിവാനി കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേന്. ശിവാനി ഒരു കുട്ടിയുടെ പേര്. നാന്റെ കുട്ടിയുടെ പേര് അങ്ങനെയാണ്. അവളുടെ ഫ്രണ്ടിന്റെ പേരാണെന്നൊക്കെ പറയണത്. കുട്ടിയുടെ പേരാപ്പാ പറഞ്ഞു. ശിവാനി. ശിവാനിയാ? ചണ്ടിപ്പേര്. എന്റെ അവിടെ ഭയങ്കര സ്നേഹം. ഹാപ്പി ബർത്ത്ഡേ അമ്മ കഴിക്കുന്നുണ്ട്. ഞാൻ വന്ന് മിഠായി തന്നു. ആഹാ, രണ്ടാളും കൂടെ കഴിക്കാല്ലേ?
എനിക്ക് മാത്രം തന്നു നോക്ക് വേണ്ടത്ര. ആ ആക്കി ഒരു ബിസ്ക്കറ്റ് വേണല്ലോ. ബിസ്ക്കറ്റ് ആടാ തന്നിപ്പോ ആടാ കഴിച്ചു. ബിസ്ക്കറ്റും ഇവിടെ ഈ അടപ്പിലുണ്ടായിരുന്നല്ലോ, അത് ആടാ കഴിച്ചു. അച്ഛനാണോ കഴിച്ചത്? അമ്മയാണ് കഴിച്ചത്. അച്ഛനും കഴിച്ചു. അമ്മ കുറച്ച് അമ്മ എപ്പോഴെങ്കിലും എടുക്കാമല്ലോ. എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ രാത്രിയൊക്കെ തുറന്ന് കഴിക്കും. കഴിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് ബാബയ്ക്ക് 3 പാക്കറ്റ് ബിസ്ക്കറ്റ്. നാളെ വ്ളോഗ് എടുക്കണം. ആ എന്നും തിരിച്ചു പിടിക്ക്. അങ്ങനെ ആരെ എടുക്കണ്ട്? അമ്മേനെ എടുത്തോ. അങ്ങനെയാ. ആ അമ്മേനെ എടുത്തോ. കുഞ്ഞാവയ്ക്ക് വേണോ വെച്ചിട്ട് തന്നെ തന്നോ? ആ ആ നന്നാ തന്നില്ലേ? കുഞ്ഞാവയ്ക്ക് കിടന്ന് വെച്ചിട്ട് തന്നില്ലേ? വേണ്ടതല്ലേ തന്നാനേ. എന്ത് വേണമെങ്കിലും ഞാൻ അമ്മക്ക് തരും. അമ്മക്ക് ഡെയിലി ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് വേണ്ട. എനിക്ക് മൊത്തം ഡെയിലി ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ അമ്മ. ഡെയിലി ഞാൻ തരും അമ്മക്ക് കേട്ടോ. എനിക്ക് വേണ്ട അമ്മ. ബിസ്ക്കറ്റ് മതി. ബിസ്ക്കറ്റോടെ ഒന്നും എടുക്കാം. തന്നെ ബിസ്ക്കറ്റും ഇവിടെ ഒന്നും ഞാൻ കഴിക്കില്ല. ബിസ്ക്കറ്റ് അമ്മയ്ക്ക് വേണ്ട. അതുകൊണ്ട് അമ്മയ്ക്ക് വിശന്നാല് കഴിക്കണ്ട. അതുകൊണ്ട് അപ്പോൾ അവിടെ ഒന്നേ എടുക്കാം. ഓടി വന്ന് അമ്മയ്ക്ക് തന്നല്ലോ സ്വത്ത്. അമ്മയ്ക്ക് വേണ്ടി ഡെയിലി മിഠായി തരും കേട്ടോ. എടാ ആരും കുഴപ്പമില്ല, അച്ഛനും കുഴപ്പമില്ല, മുത്തച്ഛനും കുഴപ്പമില്ല കേട്ടാ. സന്തോഷായിടാ അപ്പാ. അമ്മ നാളെ എടാ വന്നമ്മ. ആൾക്കാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് കണ്ടിട്ടേ സംശയം തോന്നിയിട്ട് ആൾക്കാർ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും റിവീൽ ചെയ്ത് അമ്മ ഇനി എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ മറച്ചു വെക്കുന്നത്, അറിയിക്കാതിരിക്കുന്നത്, അവിടെ നമ്മൾ റിവീൽ ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത് അല്ലേ ബാബുട്ടി? കറണ്ട് ബില്ലിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. എവിടുന്നപ്പോ അത്രയും ബില്ല് വന്നെന്ന് ഞാൻ ആലോചിക്കണം. 2 AC, ഒരു വാഷിംഗ് മെഷീൻ, ഒരു അവനുണ്ട്. ഇതിനിപ്പോൾ എത്രയും ആവുമോ എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിൽ ഈ മാസം എത്ര കറണ്ട് ബില്ല്? നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് പറയാമോ? അമ്മു കൺസീവ് ആയതിനു ശേഷം അമ്മുവിൻ്റെ ഈ ഡയറ്റ് കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്, ഞങ്ങളുടെയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അതിന് മുമ്പ് ഞങ്ങളൊക്കെ ഒരു 6-7 മണിക്ക് മുമ്പ് ഫുൾ ഡിന്നർ കഴിയും. ഇപ്പോൾ ഇതാ ഡിന്നർ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ അമ്മയ്ക്കും എനിക്കും വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അവരുടെ ഡിന്നർ വേറെ ഒരു സമയത്താണ്, അതായത് രാത്രി 9 മണിക്കാണ് അവരുടെ ഡിന്നർ. ഏകദേശം ഒരു 6-7 മണിൻ്റെ മുമ്പായിട്ട് തന്നെ അവരുടെ ഒരു ഡിന്നർ കഴിയും, 5 മണിയാവുന്ന സമയത്ത്. ഇങ്ങനെ 2 ഡിന്നറാണ് അവർക്ക്. നിങ്ങളെന്താ പാലുണ്ടാക്കിയത്? പാല് കാച്ചി 6 മണിക്ക് എൻ്റെ ഡിന്നർ ഇതാ കഴിയാൻ പോവാണ്. ഇന്നലെ സൺഡേ ബ്ലഡ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ ആള് വന്നിരിക്കുന്നത് ഇന്നാണ്. ഇന്നലെ അയാളുടെ വണ്ടി എന്താ വീണുന്നോ, ബൈക്ക് വീണുന്നോ, എന്തോ അപകടം പറ്റിയെന്നൊക്കെ ചുമ്മാ അടിച്ചു വിട്ടതായിരിക്കും. സൺഡേ അല്ലേ, ആൾക്കുണ്ടായിരിക്കില്ല അയാളുടെ ലൈഫ്. ഇനിവ ഇന്ന് അയാൾ വന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ബ്ലഡ് ചെക്കിങ്, അതുപോലുള്ള ഹോസ്പിറ്റൽ വിസിറ്റുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്താണ് ഇത്രയും മാത്രം ചുമയും കുരയൊക്കെ ഉണ്ടോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. അത് കൺസീവ് ആയതിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പോയതാണ്. ഒരു 4-5 മാസമൊക്കെ ആയതിനു ശേഷം റിവീൽ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ആൾക്കാർ അമ്മുവിൻ്റെ വയറ് കണ്ടിട്ട് കണ്ടുപിടിച്ചു. ഇനിയിപ്പം മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടിയോട് വരുന്നില്ല അത്ര. ട്യൂഷന് കുട്ടികൾ വരുന്നില്ലേ? ആ കുട്ടിയോടിന്റെ അമ്മയ്ക്ക് വാവു അത്ര. അതുകൊണ്ടൊന്ന് ട്യൂഷൻ ക്യാൻസലായി അല്ലേ? നല്ല രസല്ലേ? നല്ല രസമുണ്ടല്ലോ. അച്ഛനെ കെട്ടിപ്പിടിക്കല്ല. ഇതെന്താ ചക്കലാട്ട്? അച്ഛന്താ കടലെണ്ണയാണോ ആട്ടിയിട്ട് എണ്ണ എടുക്കാൻ? വാവ എന്താ ചക്കിലാട്ട്? എന്താ കാളയാണോ? ലാബ് റിപ്പോർട്ട് വന്നോടാ? ഷുഗർ ഇല്ല, നോർമലാണ്. ഇതാണ് TSH, തൈറോയിഡാണ് എനിക്ക് ശരിക്കും മനസ്സിലാവാത്തത്. 5.090. എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. നോർമലായിട്ടാ തോന്നണേ. എനിക്ക് അത് മനസ്സിലാവണില്ല. നോക്കി വേണമെങ്കിൽ പറയൂ. ഷുഗർ നോർമലാണ് കാണിക്കുന്നത്. വാവ്, ഹിന്ദി ഉണ്ടോ? എഴുതിക്കോളാം. ഹോംവർക്ക് ചെയ്തോളൂ കേട്ടോ. ഗ്ലൂക്കോസിന് കുത്തില്ലേ, ഊശി വയ്ക്കില്ലേ, ആ പേരെന്താ? അത് വെച്ചിട്ടില്ല നടന്നിരുന്നത്. ഇൻസുലിൻ കുത്തിയിരുന്നു. ഇതവിടെ ഈ പ്രഗ്നൻസിക്ക് ഏതായാലും ഗ്ലൂക്കോസിൻ്റെ ഇതില്ല, ഷുഗർ ഇല്ല, തൈറോയിഡ് ഉണ്ട്. പക്ഷെ പോവും. ഡെലിവറി കഴിഞ്ഞ പ്രഗ്നൻസിലും ഉണ്ടായിരുന്നല്ലോ തൈറോയിഡ്. ഇനി സമാധാനമായിട്ടേ ആശുപത്രിയിൽ പോവുകയാണെങ്കിലും ശരി, ചെക്കപ്പിന് പോവുകയാണെങ്കിലും സ്കാനിങ്ങിനും ടെസ്റ്റിനൊക്കെ പോവുകയാണെങ്കിൽ വ്ളോഗിൽ പറഞ്ഞിട്ട് പോകാമല്ലോ ഇനി മുതൽ. ഇതുവരെ പോയിരുന്ന ആശുപത്രിക്ക് പോയിരുന്ന റീസണൊക്കെ ഇതുകൊണ്ടാണ്. ഈ സ്കാൻ ആദ്യത്തെ ചുമയുണ്ടായിരുന്നോ? ചുമയ്ക്ക് വേണ്ടിയും പോയി. പിന്നെ സ്കാൻ 3-ാം മാസം സ്കാൻ എടുത്തു, NT സ്കാൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയായിരുന്നു പോയത്. പക്ഷെ അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തില്ല. അപ്പം നിങ്ങളായിട്ട് കണ്ടുപിടിച്ചു, ഇപ്പോൾ പറയാതെ വഴിയില്ല, അതുകൊണ്ട് പറഞ്ഞു. ഞാൻ
5-ാം മാസം സ്കാൻ കഴിഞ്ഞിട്ട് പറയാനുള്ള ഒരു ഇതിലായിരുന്നു. ആകെ നമ്മളൊരു 10,000-2000 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്, ഒരു കൊച്ചു ഫാമിലി. ഇത് എന്നാണടാ ഒരു 2 മില്യണൊക്കെ ആവുന്ന ഒരു ഫാമിലി ആവുക? അങ്ങനെയൊക്കെ ആവുമോ നമ്മുടെ ഈ ചാനൽ? പ്രതീക്ഷിക്കാം. എനിക്കറിയില്ല, ഇതൊക്കെ ഒരു സ്വപ്നവും ആഗ്രഹങ്ങളൊക്കെയാണ്. എല്ലാ ചാനലും തുടങ്ങുന്ന ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ. 2000 പോയി 20,000, പിന്നെ 2 ലക്ഷം, പിന്നെ 20 ലക്ഷമൊക്കെ ആവണം എന്നുള്ളത്. എന്താണ് ഭയങ്കര ചൂട്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇരട്ടി ചൂടാണെന്ന്. പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഉണ്ടാവും ഇത്ര ഇരട്ടി ചൂടാവുമ്പോൾ എല്ലാവർക്കും തണുത്ത് വരയ്ക്കും, പക്ഷെ ഇവർക്ക് അപ്പോഴും ചൂടായിരിക്കും ഇത്ര. അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ഈ ബെഡിൽ കിടന്നിട്ട് ഞാൻ കിടന്നിട്ട് തണുത്ത് പറക്കുന്നുണ്ടായിരിക്കും. ഇയാളെന്താ ഫാൻ ഇട്ടിട്ട് കിടക്കണു, 24 AC ഇട്ടിട്ട്. കാണുമ്പോ അമ്മൂനെ സഹായിക്കാണ് തോന്നണില്ലേ വാവുകുട്ടി? ഒന്നുമല്ല, 8ന്റെ പണി കൊടുക്കുകയാണ് കൂടെ നിന്നിട്ട്. ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ സമ്മതിക്കാണ്ട് അവളുടെ ഇഷ്ടത്തിന് ഹെൽപ്പ് ചെയ്യാണ് അത്ര. ഒരു പണി ഇരട്ടിപ്പണിയാക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8:45 എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോവാണ്. പിന്നെ ഞാനും ഒരേ ഒരു ദോശ എടുക്കാമെന്ന് കരുതി. അമ്മു ഏതായാലും ഉള്ളിച്ചമ്മന്തി അരച്ചു റോ ആയിട്ട്. എന്നാൽ പിന്നെ ഒരെണ്ണം കഴിക്കാന്ന് വെച്ചു. 10 കഴിച്ചോട്ടെ. എത്ര നേരമായി? കപ്പില് വെള്ളോ? കൈ കഴുകാനായിരിക്കും. പിന്നെ പ്രായമുള്ള ആളല്ലേ, എനിക്ക് കഴിയാന്ന്. പോയി കൈ കഴിക്കാം. അവിടെ അല്ലേ വാഷ് ബേസിൻ, 1 കിലോമീറ്റർ നടക്കാനൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യോ? ഡിന്നർ കഴിക്കാൻ പോവാണ്. ദോശ കഴിക്കുമ്പോൾ ചമ്മന്തി പൊടിയുണ്ട്. ആ ചമ്മന്തി പൊടി കൊണ്ട് കഴിക്കാൻ പോവാണ്. വീഡിയോ എന്ത് ചെയ്യുക? ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. കൊണ്ട് കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.